നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 18 നക്ഷത്രക്കാർക്ക് ഈ വരുന്ന തിരുവോണ ദിനം മുതൽ ഭാഗ്യത്തിൻ്റെ പെരുമഴക്കാലം തുടങ്ങുകയാണ്. ജീവിതത്തിൽ തൊടുന്ന മേഖലയിലൊക്കെയും വിജയം വന്നു ചേരും. എല്ലാവിധ തടസ്സങ്ങളും മാറി ഒരു മുന്നേറ്റ സമയം തുടങ്ങുകയാണ്. നീണ്ട ഒരു വർഷക്കാലം ഈ തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെയുള്ള സമയം വളരെ വലിയ ഭാഗ്യത്തിന്, വളരെ വലിയ നേട്ടത്തിന് തുടക്കമാകുന്നു ഈ നക്ഷത്രക്കാർക്ക്. ജീവിതത്തിൽ കൊതിച്ചതും വിധിച്ചതും നനച്ചതുമൊക്കെയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന, തൊടുന്നതൊക്കെയും പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന ഭാഗ്യശാലികളായ കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് സുവർണ സമയം തുടങ്ങുകയാണ് ഈ വരുന്ന തിരുവോണ ദിനം മുതൽ. ഏറെ നാളായി കാത്തിരുന്ന സാമ്പത്തിക മാറ്റം, സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നല്ല ഒരു സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് വളരെ വലിയ ഉയർച്ചകളും അംഗീകാരങ്ങളുമൊക്കെ തേടിയെത്തും. പ്രൊമോഷനുള്ള സാധ്യത, ശമ്പള വർധനവിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് സാധിക്കും. അതുവഴി കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം എന്നിവ ഉണ്ടാകും. വളരെ വലിയ ഒരു ഭാഗ്യമാണ് ഈ തിരുവോണം ദിനം മുതൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. നഷ്ടപ്പെട്ട സന്തോഷം, സമാധാനം ഇതൊക്കെ വീണ്ടും കുടുംബത്തിലേക്ക് തിരിച്ചെത്തും. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയും മാറി, ആരോഗ്യപരമായി നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും നീങ്ങി ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെയും വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അതൊക്കെ വിജയമായി മാറുകയും നിങ്ങൾ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാനായി സാധ്യമാവുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്കതിന് അവസരങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മുന്നേ ഉള്ള സമയങ്ങളിൽ ഏതു കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അതൊക്കെ പരാജയപ്പെടുന്ന അവസ്ഥയായിരുന്നു. അത് മാറി നീണ്ട ഒരു വർഷക്കാലം, അതായത് ഈ വരുന്ന തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെയുള്ള നീണ്ട ഒരു വർഷക്കാലം ഇനി സാമ്പത്തികമായി വളരെയധികം ഉന്നതിയും ഭാഗ്യവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്കും വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാകുന്നുണ്ട്. അതൊരു അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ പ്രദാനം ചെയ്യും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. തൊഴിൽപരമായി, കർമ്മപരമായി നോക്കുമ്പോൾ മാറ്റത്തിൻ്റെ സമയമാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. ഇവിടെ ബുധൻ്റെ ഒരു സംയോഗം കൂടി ഉണ്ടാകുന്നതിനാൽ തന്നെ പ്രവൃത്തിയിലൊക്കെയും അത് നിഴലിക്കും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ പഠന മികവുണ്ടാകും. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കും അതിൽ ഒരു നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്കും വളരെ ഒരു അനുകൂലമായ സമയമാണ്. പ്രണയം വിവാഹത്തിലേക്ക് എത്താനും അനുകൂലമായ സമയമായിരിക്കും. ഇവിടെ ഒരു അപ്രതീക്ഷിത സാമ്പത്തിക മുന്നേറ്റം കൂടിയാണ് തിരുവോണ ദിനം മുതൽ നിങ്ങളെ തേടിയെത്തുന്നത്. സാമ്പത്തികമായ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, പരീക്ഷണത്തിന് മുതിരാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യാവുന്നതാണ്. സാമ്പത്തികമായി വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് കയ്യിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്വപ്ന ഗൃഹത്തിൻ്റെ പണികളുമായി, അല്ലെങ്കിൽ ആ ആരംഭത്തിൻ്റെയൊക്കെ ഒരു കാലം കൂടി ഈ തിരുവോണ ദിനം മുതൽ തുടങ്ങുകയാണ്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന, നനച്ചിരുന്ന, കൊതിച്ചിരുന്ന, വിധിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സമയം കൂടിയാണ് തുടക്കമാകുന്നത്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും ഈ തിരുവോണ ദിനം മുതൽ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഗ്രഹങ്ങളൊക്കെ അനുകൂല മാറ്റത്തിനാണ് ഒരുങ്ങുന്നത്. സാമ്പത്തികമായി വളരെ വലിയ ഒരു നേട്ടം നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക കുതിപ്പ് നിങ്ങൾക്കുണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. കർമ്മനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ശമ്പള വർധന ഉണ്ടാകും. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഉത്തമ ജോലി ലബ്ധി ഉണ്ടാകും. സ്വന്തമായി അല്പം ഭൂമി അല്ലെങ്കിൽ ഒരു വീട് ഒക്കെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അതുമായി ഒരുപാട് നാളായി നടക്കുന്നുണ്ട്. ആഗ്രഹം സഫലീകൃതമാകുന്ന സമയം കൂടിയാണ്. അനുയോജ്യമായ സമയമാണ്. കുടുംബത്തിൽ ബന്ധങ്ങൾക്കിടയിൽ ഒരു ദൃഢതയില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ മാറി ഐക്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏത് പ്രവൃത്തിയിലും ഒരു പിന്തുണ ലഭിക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കുതിപ്പിന് കാരണമാകുന്നുണ്ട്. വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾക്കും ഈ തിരുവോണ ദിനം മുതൽ തുടങ്ങുന്നത്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്കും ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന സമയമാണ്. വിദേശ ജോലിക്കുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നവർക്കും തിരുവോണ ദിനം മുതൽ ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനും വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തികമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ പിന്തള്ളി നിങ്ങൾക്ക് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെയും പരിഹാരം കാണാൻ സാധിക്കും. പുതിയ ചില വരുമാന മാർഗ്ഗങ്ങൾ, പുതിയ ചില വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. തൊഴിൽ രംഗത്ത്
തടസ്സങ്ങൾക്ക് മേൽ തടസ്സങ്ങൾ, ജോലി കിട്ടിയവരുണ്ട്, അത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോരുന്നവർ വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറി, തടസ്സങ്ങളൊക്കെ മാറി, ഇനി അവസരങ്ങളുടെ സമയമാണ്. ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഈ തിരുവോണ ദിനം മുതൽ. ദാമ്പത്യ ജീവിതം സന്തോഷകരമാവും. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ മുന്നിലുണ്ടാകും. പുതിയ ചില ബന്ധങ്ങളൊക്കെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാം. അതായത് വിവാഹ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ ചില സുഹൃത്ത് ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ നല്ല ചില അഡ്വൈസ് തരുന്ന ആളുകളുമായുള്ള ബന്ധമാകാം. ഏതായാലും ശുഭകരമായ ഗുണങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ചില ബന്ധങ്ങളൊക്കെ എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. അതുവഴിയും ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. സുവർണ്ണ സമയമാണ് തിരുവോണ ദിനം മുതൽ തുടങ്ങാനായി പോകുന്നത്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കും ഓണക്കാലം വലിയ ഒരു വഴിത്തിരിവിൻ്റെ, വളരെ വലിയൊരു മാറ്റത്തിൻ്റെ സമയമാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ടാകും, സാമ്പത്തികമായ ഒരു അടിയുറപ്പുണ്ടാകും. നിങ്ങൾക്ക് സാമ്പത്തികമായി നോക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെ അപേക്ഷിച്ച് നോക്കിയാലും ഏറ്റവും പുറകിലായിരുന്ന അവസ്ഥയുണ്ട് നിങ്ങൾക്ക്. ആ അവസ്ഥയൊക്കെ മാറുന്നതാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കണം എന്നതാണ് നിങ്ങളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം നടക്കും. നിക്ഷേപങ്ങളൊക്കെ കൃത്യമായ സമയത്ത് നടത്താനായി നിങ്ങൾക്ക് സാധിക്കും. വിദേശ ജോലിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉത്തമമായ ശമ്പളത്തോടു കൂടി മറ്റൊരു ജോലിയിലേക്ക് എത്താനായി സാധ്യമാകും. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായി നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി ആരോഗ്യപരമായി ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സാധ്യതയും ഭാഗ്യവും ഈ തിരുവോണ ദിനം മുതൽ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ആഗ്രഹിക്കാൻ ഏവർക്കും സാധ്യമാകും. പക്ഷേ ആഗ്രഹം നേടിയെടുക്കുക, സബലീകൃതമാകുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇവിടെ അതിനുള്ള ഭാഗ്യം കൂടി തിരുവോണ ദിനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. തിരുവോണ ദിനം മുതലുള്ള സമയം ജീവിതത്തിൽ വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും സമ്പത്തും സമൃദ്ധിയുമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്കും ഈ ഓണക്കാലം വളരെ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയുമാണ്. ഇവിടെ ശനി സൂര്യ സംയോജനം കൂടി നടക്കുന്നുണ്ട്. അതിനാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. ബുദ്ധിമുട്ടുകളൊക്കെയും മാറും. നിങ്ങളെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. സാമ്പത്തികമായ ഒരു മെച്ചമുണ്ടാകുന്നതും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു ഭാഗ്യവർദ്ധനവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷക്കാലം ലഭ്യമാകുന്നതാണ്. പുതിയ ചില വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ സ്വാധീനം ഇവിടെ ലഭിക്കുന്നതിനാൽ തന്നെ ചില ആത്മീയ കാര്യങ്ങളിലും താല്പര്യം കൂടുതലായി ജനിക്കുന്നുണ്ടാവും. അപ്പോൾ ദാനധർമാദികളൊക്കെ ചെയ്യാനുള്ള മനസ്സ് വരികയും അത് ചെയ്താൽ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യം വന്നു ചേരും. അത് തലമുറകളോളം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റമൊക്കെ ഉണ്ടാകും. പ്രണയബന്ധങ്ങൾ എന്തെങ്കിലും വിള്ളലുകൾ വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രണയബന്ധം പാതി വഴിയിലായവർക്ക് അത് വീണ്ടും പുനരാരംഭിക്കാനും അത് വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേർക്കാനുമുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. മെച്ചപ്പെട്ട ആരോഗ്യമുള്ള സമയമാണ്. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും അനിവാര്യമാണ്. ജപങ്ങൾ അനിവാര്യമാണ്. വ്രതങ്ങൾ എടുക്കുന്നതുമൊക്കെ ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും. നല്ല സമയമായതിനാൽ തന്നെ ഭഗവാനോട് നൽകുന്ന ഓരോ പ്രാർത്ഥനകളും ഫലവത്തായി തന്നെ നിങ്ങളിലേക്ക് ഫലങ്ങളെ എത്തിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്കും വളരെയധികം എപ്പോഴും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു ഓണക്കാലമായിരിക്കും ഈ 2025. ഇത് സാമ്പത്തികമായി വളരെ വലിയൊരു ഉയർച്ചയുണ്ടാകും. പുതിയ ചില തൊഴിലവസരങ്ങളും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും വളരെ മാറ്റമുണ്ടാകുന്നതാണ്. കർമ്മമേഖല ഒരു ഉയർച്ച, ഒരു കുതിപ്പിൻ്റെ സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ വലിയ ലാഭങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ ഇനി നിങ്ങളാൽ തന്നെ സാധ്യമാകുന്നതാണ്. കാരണം നിങ്ങളുടെ ധനം കൊണ്ട് ഇനി മേന്മയും കീർത്തിയും ഒക്കെ കുടുംബത്തിലേക്ക് എത്തിച്ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുള്ളവർക്ക് അതൊക്കെ മാറി ഉത്തമമായ ആരോഗ്യമുണ്ടാകും. ആഗ്രഹിച്ച ജീവിതം ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളെ തേടിയെത്തുകയാണ് ഈ തിരുവോണം ദിനം മുതൽ. അപ്പോൾ ഈ തിരുവോണം മുതൽ ജീവിതത്തിൽ ഒരു വർഷക്കാലം വളരെയധികം ഭാഗ്യം അനുഭവത്തിൽ വരുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് അധ്യായത്തിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, വ്രതം നോൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. ഭാഗ്യസമയമാണ്. എനിക്ക് ദൈവത്തെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, ഞാൻ വെറുതെ ഇരുന്നാൽ ഭാഗ്യം എന്നിലേക്ക് വരും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പ്രവൃത്തികൾ അനിവാര്യമാണ്. അതിലുപരി നമ്മുടെ പ്രാർത്ഥന അനിവാര്യമാണ്. മരുന്ന് കഴിക്കുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക. മന്ത്രവും അതിനോടൊപ്പം തന്നെ വേണം. ചില ആളുകളുണ്ട് മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കും, മന്ത്രം ഇല്ലാതെ. ചിലർ മന്ത്രം മാത്രം ചെയ്തുകൊണ്ടിരിക്കും, മരുന്നില്ലാതെ. ഈ രണ്ടും വേണം. മരുന്നും വേണം, മന്ത്രവും വേണം. താൻ പാതി ദൈവം പാതി എന്നാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സമയമാകയാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കതിൻ്റെ ആ ഒരു പ്രസരിപ്പ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇതുവരെ എന്ത് ചെയ്താലും തടസ്സമായിരുന്നു നിങ്ങൾക്ക് ഇനി മുതൽ ഈ പറയുന്നതല്ല, വെറുതെ പറയുകയല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രാബല്യത്തിൽ വരുമെന്നതിൽ സംശയം വേണ്ട. പറയുന്ന ഓരോ കാര്യങ്ങളും പോസിറ്റീവ് ഹൃദയത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രകാശം വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ഓരോ വീഡിയോകൾ പറയുമ്പോഴും നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും.
നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രകാശം. എല്ലാം ചെയ്യണം, ഈ പ്രാർത്ഥനയിലേക്ക് എത്തണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ ഏവരിലും ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരാളിലെങ്കിലും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സുഹൃതം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നല്ലൊരു സമയമാണ് വരുന്നത്. കുടുംബ പരദേവതയെ കാണാനായി ഏവരും ശ്രമിക്കേണ്ടതാണ്. ഈ ഓണക്കാലം നിങ്ങൾക്ക് എപ്പോഴും പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വർഷാവർഷം ഓണം വരുമ്പോഴെങ്കിലും കുടുംബക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ വാങ്ങിച്ച് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളാൽ കഴിയുന്ന കൂടുതലായി ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പൂക്കൾ, പുഷ്പങ്ങൾ കൊണ്ടുവന്നൊരു ഹാരം ചാർത്തി ഉണ്ടാക്കി അത് ദേവിയെ സമർപ്പിച്ച് നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ ഉയർച്ചയുണ്ട്. ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഒന്ന് ചെയ്തു നോക്കിയാട്ടെ. മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെയും സഫലമാകുന്നതിന് നിങ്ങളുടെ കൈകൊണ്ടൊരു ഹാരം, അതായത് ഒരു മാല ചാർത്തുക. ഭഗവാന് കിട്ടി ആ ഒരു മാല ചാർത്തുമ്പോൾ, മാല ചാർത്തുമ്പോൾ അയൽ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ തമാശകളോ പറഞ്ഞല്ല മാല കെട്ടേണ്ടത്. നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ, ഭഗവാനോട് പറയേണ്ട സന്തോഷ കാര്യങ്ങൾ, ഭഗവാനോട് നടത്തേണ്ട പ്രാർത്ഥനകൾ, മന്ത്രോച്ചാരണങ്ങൾ ഇതെല്ലാം ചേർത്തൊരു ഹാരമാണ് കെട്ടി ഭഗവാന് ചാർത്ത് നോക്കിയാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും. അതാണ് ഭഗവാൻ. നല്ല വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. നീണ്ട ഒരു വർഷക്കാലം, അതായത് ഈ തിരുവോണം മുതൽ തുടങ്ങി അടുത്ത തിരുവോണം വരെയുള്ള ഒരു വർഷക്കാലം ഭാഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നന്ദി.